അങ്ങനെ രാധയ്ക്ക് ഒരു ചെറിയ സംശയം വരികയാണ് ശ്യാമ അവിടെ ഉണ്ടോ എന്നുള്ളൊരു കാര്യത്തിൽ. അപ്പോൾ പിന്നെ ഇവളിങ്ങനെ വാ നമുക്ക് ചേച്ചി നമുക്കൊന്ന് പോയി നോക്കാം, എൻ്റെ അമ്മ അവിടെ ഉണ്ട് എന്നാണ് തോന്നുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഈ ചേച്ചി പറയുന്നുണ്ട് മോളുടെ അമ്മ എങ്ങനെ ഇവിടെ ഉണ്ടാകുക എന്നൊക്കെ ഇങ്ങനെ പറയാണ്. കാരണം അവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ കാണാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടു എന്നൊക്കെ പറയാറുണ്ട്. ഭൂതത്തിനെ കണ്ടു അല്ലെങ്കിൽ പ്രേതത്തിനെ കണ്ടു എന്നൊക്കെ ഇങ്ങനെ അവൻ ഒന്ന് പറയാറുണ്ടായിരുന്നു. അതൊന്നും ശരിക്കും ഉള്ളതൊന്നും അല്ല, അവൻ ഇടയ്ക്ക് അങ്ങനെ പറയാറുണ്ടായിരുന്നു എന്നൊക്കെ പറയണേ. അപ്പോൾ ഈ രാധിക പറയുന്നുണ്ട് അതൊന്നും അല്ല ചേച്ചി, അവിടെ ഉണ്ടോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. കാരണം എനിക്ക് മോളെ എന്നുള്ളൊരു വിളി, ആ ഒരു വിളിയൊക്കെ കേട്ട പോലെ തോന്നുന്നുണ്ട്. എനിക്ക് എൻ്റെ അമ്മ ഇവിടെ ഉണ്ട് എന്ന് തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് പോയി നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും അവർ അകത്തേക്ക്, ആ മെൻ്റൽ ഹോസ്പിറ്റലിൻ്റെ അകത്തേക്ക് അങ്ങ് കയറാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് നമ്മുടെ ശ്യാമനെയും അതുപോലെ അമൃതയിടത്തിനെയും കൂടിയിട്ട് ആ സെക്യൂരിറ്റിമാരും ആ നഴ്സുമാരും എല്ലാവരും കൂടി പിടിച്ചു കൊണ്ടുപോകുന്നത് ഒക്കെ ഇവരുടെ മുന്നിലൂടെ അങ്ങ് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഒക്കെ ഈ ശ്യാമ ഈ രാധികനെ അങ്ങ് കാണുന്നുണ്ട്. അപ്പോൾ ഈ ശ്യാമ രാധികനെ കാണുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഇവരുടെ കൈ തട്ടി മാറ്റിയിട്ട് മോളേന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് ശ്രമിക്കുകയാണ്. പക്ഷേ ആ സെക്യൂരിറ്റിമാരെ മാക്സിമം ഇവരുടെ വായ പൊത്തി പിടിച്ചങ്ങ് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ശ്യാമ ഈ തട്ടിപ്പറിച്ചിട്ട് അവരുടെ കൈയൊക്കെ ഒന്ന് തട്ട മാറ്റി അറിയാതെ ഒരു വിളി അങ്ങ് വിളിക്കുന്നുണ്ട്, മോളെ എന്നങ്ങ് ഒരു വിളി അങ്ങ് വിളിക്കണേ. അപ്പം രാധിക വീണ്ടും അങ്ങ് തിരിഞ്ഞു നോക്കുകയാണ്. തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അവർ ഈ ശ്യാമേനെ വീണ്ടും ആ വായ പൊത്തി പിടിച്ചിട്ട് അവരെ അങ്ങ് മറച്ച് പിടിച്ചിട്ട് അങ്ങ് കൊണ്ടുപോകണേ. പക്ഷേ ഈ രാധിക അവരെ മറച്ച് പിടിച്ചിട്ടാണെങ്കിൽ ഒരു കൈ ഇങ്ങനെ മേലെ കൂടെ ഉയർത്തിയിട്ട് ഈ ശ്യാമ ഇങ്ങനെ ഇങ്ങോട്ട് വാ എന്നുള്ള രീതിയിൽ ഇങ്ങനെ താളം കാണിക്കുന്നൊക്കെ ഉണ്ട്. അപ്പം തന്നെ ഈ രാധികക്ക് ഇങ്ങനെ ചെറുതായിട്ടൊരു സംശയം തോന്നുകയാണ്, ഇത് എൻ്റെ അമ്മ തന്നെയാണോ എന്ന്. പിന്നെ അവൾക്ക് ചെറിയ സംശയമാണെങ്കിൽ അവൾ അതിൻ്റെ പിന്നാലെ തന്നെ പോവാണ്. എൻ്റെ അമ്മ, ഇതെൻ്റെ അമ്മ തന്നെയാണ്, വാ ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ പിന്നാലെ ഓടാൻ വേണ്ടിയിട്ട് അങ്ങ് നിൽക്കുന്നത്. പക്ഷെ അവരെല്ലാവരും കൂടിയിട്ട് ഈ ശ്യാമനെയും അമൃതേടത്തിനെയും അവിടെ നിന്ന് അങ്ങ് പിടിച്ച് കൊണ്ടുപോകുന്നുണ്ടെങ്കിലും ഇവൾ പിന്നാലെ ഓടുമ്പോൾ ഒരു സ്ത്രീ ആയിട്ടുള്ളൊരു സെക്യൂരിറ്റി വലിയൊരു വടിയൊക്കെ കൊണ്ടുവന്നിട്ട് അവരെ അങ്ങ് തടയാണ്. ആ സെക്യൂരിറ്റി ആയിട്ടുള്ള ആ സ്ത്രീ ഇവരോട് പറയുന്നുണ്ട്, നിങ്ങളുടെ എന്തായാലും വിസിറ്റേഴ്സിൻ്റെ ടൈം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങിപ്പോ എന്നൊക്കെ പറയണേ. അപ്പോൾ ഇവർ രണ്ടുപേരും മാഡം ഞങ്ങൾ ഒന്ന് കാണട്ടെ, ഞങ്ങൾക്കൊന്നൊരു ചെറിയ ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വീണ്ടും അകത്തേക്ക് കയറാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇവർ പിടിച്ച് രണ്ടുപേരെയും അവിടെ നിന്ന് അങ്ങ് പുറത്താക്കുകയാണ്. അതും ബലമായിട്ട് തന്നെ അവിടെ നിന്ന് അങ്ങ് പുറത്താക്കുകയാണ്. എന്നിട്ട് അവരങ്ങ് പോകുന്ന സമയത്ത് ഈ രാധിക അങ്ങനെ പറയുന്നുണ്ട്, ചേച്ചി എൻ്റെ അമ്മ അവിടെ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്, എൻ്റെ അമ്മ അവിടെ ഉണ്ട് എന്നൊക്കെ പറയണേ. അപ്പോൾ ഈ ചേച്ചി പറയുന്നുണ്ട്, മോൾ എന്തൊക്കെയാണ് മോളെ ഈ പറയുന്നത്, മോളുടെ അമ്മ എങ്ങനെ ഉണ്ടാവുക, മോളുടെ അമ്മ എന്ന് പറഞ്ഞാൽ അത്രയും വലിയ ഒരാൾ ആരെങ്കിലും ഇവിടെയൊക്കെ കൊണ്ടുവന്ന് ഇടുമോ, അല്ലെങ്കിൽ മോളുടെ അമ്മ എങ്ങനെ ഇവിടെ എത്താനാണ്, അതൊക്കെ മോൾക്ക് തോന്നലാണ് എന്നൊക്കെ ഇങ്ങനെ പറയണേ. അപ്പോൾ രാധിക പറയുന്നുണ്ട്, അല്ല ചേച്ചി അത് അവർ തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. പക്ഷേ അവരെ വീണ്ടും അവിടെ നിന്ന് അങ്ങ് പുറത്താക്കുന്ന സമയത്ത് അവരെന്തായാലും അവിടെ നിന്ന് അങ്ങ് പുറത്ത് പോകുന്നൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ശ്യാമനെയും അമൃതേടത്തിനെയും അവരെല്ലാവരും കൂടിയിട്ട് നേരെ കൊണ്ടിട്ട് ഒരു സെല്ലിൽ അങ്ങ് അകത്താക്കുകയാണ്. അപ്പോൾ ആ സെല്ലിനകത്തേക്ക് ഇവരെ അങ്ങ് തള്ളി മാറ്റിയിട്ട് ഒരുപാട് നഴ്സുമാർ സെക്യൂരിറ്റിമാർ എല്ലാവരും കൂടിയിട്ട് അവിടെ നിന്ന് ഇവരങ്ങ് ബലമായിട്ട് അവിടെ തന്നെ പിടിച്ച് വെക്കുന്ന സമയത്തൊക്കെ ഇവർ കൊതറി മാറിയിട്ട് എൻ്റെ മോള് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ രാധികനെ കാണാൻ വേണ്ടിയിട്ട് ശ്യാമ എല്ലാവരെയും അങ്ങ് തള്ളി മാറ്റുകയാണ്. ഇവർ ബലമായിട്ട് പിടിച്ചു വെക്കുന്നുണ്ടെങ്കിലും ഈ ശ്യാമ ഒരുപാട് മാക്സിമം ട്രൈ ചെയ്ത് ഇവരെല്ലാവരും തള്ളി മാറ്റിയിട്ട് വീണ്ടും ആ ഒരു സെല്ല് കടന്നങ്ങ് പോകാൻ നിൽക്കുകയാണ്. അപ്പം പോകാൻ വേണ്ടി ഓടുന്ന സമയത്ത് ആ സെല്ലിൻ്റെ മുൻവശത്ത് തന്നെ ആ ഡോക്ടർ അങ്ങ് നിൽക്കുന്നുണ്ടാകും. അപ്പോൾ ആ ഒരു കാഴ്ച കണ്ടിട്ട് ഈ ശ്യാമ അവിടെ തന്നെ അങ്ങ് സ്റ്റക്കാവാണ്. അപ്പോൾ ഈ ശ്യാമ നേരെ ഈ ഡോക്ടറോട് പറയുന്നുണ്ട്, എൻ്റെ മോള് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോകാൻ നിൽക്കുന്ന സമയത്ത് ഈ ഡോക്ടർ അവളുടെ മുഖത്ത് ഒറ്റ അടി അങ്ങ് വെച്ച് കൊടുക്കണം. ആ അടിയുടെ ആഘാതത്തിൽ അവൾ അങ്ങ് താഴേക്ക് അങ്ങ് വീഴുന്നുണ്ട്. അപ്പം തന്നെ അമൃതേടത്തി പെട്ടെന്ന് ശ്യാമനെ അങ്ങ് പിടിക്കുന്നുണ്ട്. ശ്യാമ എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ അങ്ങ് കോരി അവരുടെ മടിയിൽ അങ്ങ് വെക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഈ ഡോക്ടർ ആ ഒരു നഴ്സിനോട് പറയുന്നുണ്ട്, കണ്ണുകൊണ്ട് ഇങ്ങനെ ഒരു താളം കാണിക്കുകയാണ് അവർക്ക് ആ ഒരു ഇഞ്ചക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ നഴ്സ് മരുന്നൊക്കെ എടുത്തിട്ട് അവളെ ഇഞ്ചക്ട് ചെയ്യാൻ വരുന്ന സമയത്ത് ഈ അമൃതേടത്തി ഒരുപാട് കരഞ്ഞ് പറയുന്നുണ്ട്, വേണ്ട വെക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവരോട് കെഞ്ചി ചോദിക്കുന്നുണ്ട്. പക്ഷെ അവരതൊന്നും മൈൻഡ് ചെയ്യാതെ തന്നെ നേരെ ഈ ശ്യാമയുടെ കൈക്ക് ബലമായിട്ട് അങ്ങ് ഇഞ്ചക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇഞ്ചക്ട് ചെയ്യുന്ന സമയത്ത് ആ ഇഞ്ചക്ഷൻ മരുന്ന് അകത്ത് കയറുന്ന സമയത്ത് തന്നെ ഈ ശ്യാമക്ക് തലക്കൊക്കെ ആകെ വേദനയൊക്കെ വന്നിട്ട് തല അങ്ങ് മുറുകെ പിടിച്ചങ്ങ് അട്ടഹസിച്ചങ്ങ് കരയാണ്. അവരങ്ങ് ഭയങ്കരമായിട്ട് നിലവിളിക്കുന്നതൊക്കെ കാണുമ്പോൾ അമൃതേടത്തിക്ക് ചെറിയൊരു ഭയം അങ്ങ് വരുന്നുണ്ട്. കാരണം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് യാതൊരു ഐഡിയ ഇല്ല. അപ്പോൾ ഇവർക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കാണുമ്പോൾ പിന്നെ ആ നഴ്സുമാരും ആ ഡോക്ടറും എല്ലാവരും കൂടി ആ സെല്ലിൽ നിന്ന് അങ്ങ് പുറത്തിറങ്ങി പോവുകയാണ്. അവരവിടെ ഇട്ട് അങ്ങ് പൂട്ടി അവരങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ ഇവർ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ശ്യാമ. അവസാനം അവരുടെ ബോധം അങ്ങ് പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് അമൃതേടത്തി അങ്ങനെ ശ്യാമ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വിളിക്കുന്നുണ്ടെങ്കിൽ ശ്യാമ യാതൊരു റിയാക്ഷനും അവരുടെ സൈഡിൽ നിന്നില്ല. അവരുടെ ബോധം അങ്ങ് പോയിട്ടുണ്ട്.
പിന്നെ നമ്മുടെ രാധികയും ആ ചേച്ചി അവിടെ ആ ഒരു മെൻ്റൽ ഹോസ്പിറ്റലിൻ്റെ മുറ്റത്ത് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ശ്യാമക്കാണെങ്കിൽ അവിടെ തന്നെ ഉണ്ട് എന്നുള്ള ആ ഒരു ചെറിയൊരു ഡൗട്ട് രാധികയ്ക്ക് വന്നിട്ടുള്ളതുകൊണ്ട് തന്നെ രാധിക അവിടെ നിന്ന് പോകാൻ തന്നെ കൂട്ടാക്കുന്നില്ല. അപ്പോൾ ഈ ചേച്ചി ഇങ്ങനെ പറയുന്നുണ്ട്, വാ മോളുടെ അമ്മ എങ്ങനെ ഇവിടെ ഉണ്ടാകുക, ആ മോളുടെ അമ്മയൊന്നും ഉണ്ടാവില്ല ഇവിടെ, ആ മോളുടെ അമ്മയൊക്കെ വലിയ ആളുകളല്ലേ, അവരൊക്കെ എന്തിനാണ് ഈ മെൻ്റൽ ഹോസ്പിറ്റലിലൊക്കെ വന്ന് നിൽക്കുന്നത് എന്നൊക്കെ ഈ ചേച്ചി പറയുന്ന സമയത്ത് തന്നെ രാധിക പറയുന്നുണ്ട്, അതൊന്നും അല്ല, എൻ്റെ അമ്മ ഇവിടെ ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. മോന് അവന് എന്നോട് പറഞ്ഞില്ലേ എന്നെ പോലെ ഒരു ചേച്ചി ഇവിടെ ഉണ്ട് എന്ന്, ആ ഒരു വാക്ക് കേട്ടപ്പോൾ തൊട്ട് എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് എൻ്റെ അമ്മ ഇവിടെ ഉണ്ടെന്ന്. പിന്നെ ആ ഒരു നിലവിളിയും അതൊക്കെ കേട്ടിട്ട് എൻ്റെ അമ്മ ഇവിടെ ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ ചേച്ചി പറയുന്നത് അത് ഒരു ഊഹം ആയിരിക്കില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഒരു ചെറിയൊരു ഊഹമാണെങ്കിലും സംശയമാണെങ്കിലും എനിക്കതിൻ്റെ പിന്നാലെ തന്നെ പോയേ പറ്റുള്ളൂ ചേച്ചി, കാരണം എൻ്റെ അവസ്ഥ അതാണ്, എൻ്റെ അമ്മനെ എങ്ങനെയെങ്കിലുമൊക്കെ കണ്ടെത്തണം, അതുകൊണ്ട് ഞാൻ ഇവിടെ ഉണ്ടോ ഇല്ലേ എന്ന് ഉറപ്പ് വരുത്താതെ ഞാൻ എന്തായാലും ഇവിടുന്ന് വിടുന്ന പ്രശ്നമില്ല എന്നൊക്കെ പറയണേ. അപ്പോൾ ഈ ചേച്ചി പറയുന്നുണ്ട്, എന്നാൽ മോളെ നമുക്ക് ഇപ്പോൾ ഇവിടുന്ന് പോകാം, പക്ഷേ ഇപ്പം നമ്മൾ അവരെ അകത്തേക്ക് കയറ്റി വിടില്ല, എല്ലാവരും ആ ഡോക്ടറിൻ്റെ ആളുകളാണ്, അവരെല്ലാവരും നമ്മളെന്തെങ്കിലുമൊക്കെ ചെയ്യും, അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഇവിടുന്ന് പോയിട്ട് നമുക്ക് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരാം, അത് നല്ലൊരു അന്വേഷണം നമുക്ക് ബുദ്ധിപൂർവ്വം നടത്താം എന്നൊക്കെ അങ്ങനെ ഈ ചേച്ചി പറയാണ്. അപ്പോൾ ഈ രാധിക പറയുന്നുണ്ട്, അത് ശരിയാണ് ചേച്ചി, പിന്നെ നമുക്ക് മോനെ ഇവിടെ നിർത്തണ്ട, മോനെ ഇവിടെ നമുക്ക് എങ്ങനെയെങ്കിലും അടുത്ത പ്രാവശ്യം വന്നിട്ട് അവനെ ഈ മെൻ്റൽ ഹോസ്പിറ്റലിൽ നിന്ന് മാറ്റാം, ഇതൊരു നല്ലൊരു ഹോസ്പിറ്റലായിട്ട് എനിക്ക് തോന്നുന്നില്ല, ഒരു പ്രത്യേക തരം ആളുകളും എല്ലാം ആണ് ഇവിടെ, ഇവർക്ക് നല്ലൊരു ട്രീറ്റ്മെൻറ്റ് ഇവിടെ കിട്ടുമെന്ന് എനിക്ക് തീരെ പ്രതീക്ഷയില്ല, അതുകൊണ്ട് നമുക്ക് അവനെ ഇവിടുന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഇവിടുന്ന് മാറ്റണം എന്നൊക്കെ പറയണേ. അപ്പോൾ ഈ ചേച്ചി പറയുന്നുണ്ട്, കുറച്ച് പൈസയൊക്കെ എന്തായാലും എൻ്റെ കയ്യിലുണ്ട്, അതുകൊണ്ട് കുറച്ച് പൈസ നമുക്ക് ഒപ്പിക്കാം എന്ന് രാധികയും പറയാണ്. എന്നിട്ട് അടുത്ത പ്രാവശ്യം വന്നിട്ട് നമുക്ക് ഇവിടുന്ന് മോനെ മാറ്റിയിട്ട് നമുക്ക് വേറൊരു ഹോസ്പിറ്റലിലൊന്നും അവനെ ആക്കണ്ട, നമുക്ക് നമ്മുടെ കൂടെ തന്നെ തീർത്താം, നമ്മുടെ ചേച്ചിയുടെ കൂടെ തന്നെ അവൻ നിന്നോട്ടെ, അവൻ നമ്മുടെ കൂടെയൊക്കെ ഇടപഴകി അങ്ങനെ റെഡി ആയിക്കോളും, ഇനി അവനെ ഇങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടിടണ്ട എന്നൊക്കെ പറയണം. അപ്പോൾ ചേച്ചി അത് ശരിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടെ നിന്ന് അങ്ങ് ആ ഒരു തീരുമാനത്തിൽ വീണ്ടും ഇങ്ങോട്ട് തന്നെ ഒരു അന്വേഷണത്തിന് വരാം എന്നുള്ള തീരുമാനത്തിൽ രണ്ടുപേരും അവിടെ നിന്ന് പോവാണ്. പക്ഷേ ഈ ഡോക്ടർ ഇവർ പോകുന്നതൊക്കെ ഇങ്ങനെ നോക്കിയാൽ ജനലിലൂടെ അങ്ങനെ നോക്കി നിൽക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ ഒരു ക്രൂരമായിട്ടുള്ള ഒരു മുഖമാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ രാധികയും ആ ചേച്ചിയും കൂടിയിട്ട് അവിടെ നിന്ന് പോയി നേരെ ആറ്റുവാശ്ശേരിക്ക് എത്തുന്ന സമയത്ത് അവരിങ്ങനെ ആറ്റുവാശ്ശേരിക്ക് ഇങ്ങനെ കയറി വരുന്ന സമയത്ത് രാധിക ഈ ചേച്ചിനോട് പറയുന്നുണ്ട്, ചേച്ചി എന്തൊക്കെയാണ് അവിടെ നടന്നത് എന്നൊന്നും അവരോട് ഇപ്പോൾ പറയണ്ട, എന്തായാലും ഞാൻ എൻ്റെ ഭക്ഷണപൊതിയൊക്കെ വിതരണം ചെയ്ത് വന്നിട്ട് ഞാൻ വിശദമായിട്ട് ഞാൻ തന്നെ പറഞ്ഞുകൊണ്ട് ചേച്ചി ഒന്നും പറയാൻ നിൽക്കണ്ട എന്നൊക്കെ പറയണം. അപ്പോൾ ഈ ചേച്ചി ഓക്കെ ശരി മോളെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവർ നേരെ ആറ്റുവാശ്ശേരി മുറ്റത്ത് എത്തുന്ന സമയത്ത് രാധിക അവളുടെ ബൈക്കിലുണ്ടാവും ഒരു സഞ്ചിയൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കാണുമ്പോൾ തന്നെ അവൾക്ക് തോന്നിയിട്ടുണ്ട് ഭക്ഷണമൊക്കെ സെറ്റ് ചെയ്ത് ആരോ അവിടെ സഞ്ചിയിലൊക്കെ ആക്കി അവിടെ വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലാവണം. അപ്പം നേരെ അവൾ ആ വണ്ടിയുടെ അടുത്തേക്ക് വന്ന് അങ്ങനെ കവറൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഭക്ഷണ പൊതികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ആരപ്പം ഇങ്ങനെ പൊതിയാക്കി വെച്ചത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുന്ന സമയത്തുണ്ടാവും വരുൺ അവിടുന്ന് അങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്, അമ്മനോട് എന്തൊക്കെയോ വിളിച്ചൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അമ്മേ ആ പൊതിയും കൂടി എടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ഇറങ്ങി വരുന്ന സമയത്താണ് രാധികനെ അങ്ങ് കാണുന്നത്. അപ്പോൾ രാധിക ചോദിക്കുന്നുണ്ട്, അല്ല ഇതൊക്കെ ആരാ സെറ്റ് ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ രാധികനോട് ഈ വരുണ് പറയുന്നുണ്ട്, അത് നിന്നെ ഞങ്ങൾ ഇതുവരെ കാണാത്തത് കൊണ്ട് ഞങ്ങൾ അങ്ങ് സെറ്റ് ചെയ്ത്, ഇതിൻ്റെ മെയിൻ കാരണക്കാരി ആരാന്നറിയാം, ദാ മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശീനെ അങ്ങ് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോഴേക്കും പിന്നെ നമ്മുടെ അമ്മയും മുത്തശ്ശിയും കൂടിയിട്ടൊക്കെ വീടിൻ്റെ മുറ്റത്തേക്ക് അങ്ങ് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഈ മുത്തശ്ശി പറയുന്നുണ്ട്, എനിക്ക് ബോറടിച്ചപ്പോൾ ഞാനിതൊക്കെ ചെയ്തു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, മുത്തശ്ശി ഇറങ്ങിയോ, മുത്തശ്ശിനോട് ഡോക്ടർ എന്താ പറഞ്ഞത്, റെസ്റ്റ് എടുക്കാനാണ് പറഞ്ഞത് എന്നൊക്കെ അങ്ങനെ പറയണം. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ശരിയാണ്, ഡോക്ടർ റെസ്റ്റ് എടുക്കാനാണ് പറഞ്ഞത്, അല്ലാതെ ഒരു സാധനം ഇവിടുന്ന് അങ്ങോട്ട് നീക്കി വെച്ചതിനൊന്നും പണിയായിട്ടൊന്നും കണക്കിലാക്കാൻ പാടില്ല. പണി എന്ന് പറഞ്ഞാൽ നല്ല ശരീരമാണെങ്കിൽ ജോലി ചെയ്യുന്നതാണ് പണി, അല്ലെങ്കിൽ കൊത്ത് കിളക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്ന ഹാർഡ് വർക്കായി ചെയ്യുന്നതാണ് പണി, അതിനെയാണ് ഡോക്ടർ ചെയ്യരുതെന്ന് പറഞ്ഞത്, അല്ലാതെ ഒരു സാധനം ഇവിടുന്ന് അപ്പുറത്തേക്ക് മാറ്റി വെച്ചു എന്ന് പറഞ്ഞതൊന്നും ഒരു പണിയൊന്നും അല്ല, അതൊന്നും ചെയ്യരുതെന്നൊന്നും എന്തായാലും ഒരു ഡോക്ടറും പറയില്ല എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി ഒരു ന്യായീകരണം അങ്ങ് പറയാണ്. അപ്പോൾ പിന്നെ രാധിക പറയുന്നുണ്ട്, മുത്തശ്ശിനോട് പിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ജയിക്കാൻ കഴിയുന്ന യാതൊരു പ്രതീക്ഷയില്ല, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അങ്ങ് വാക്കുകൊണ്ട് മുത്തശ്ശി അങ്ങ് ജയിച്ചിരിക്കും എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശിനെ അങ്ങ് കളിയാക്കി പറയാണ്. അപ്പോൾ ഈ വരുന്ന പറയുന്നുണ്ട്, നീ കുറച്ചുകൂടി വൈകിയിരുന്നെങ്കിൽ ഞാൻ ഈ സാധനങ്ങളൊക്കെ കൊണ്ട് വിതരണം ചെയ്യാൻ തന്നെ പോയിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ രാധിക പറയുന്നുണ്ട്, അതിന് വിതരണം ചെയ്യാൻ നീ എവിടെയൊക്കെ കൊടുക്കുകയാണെന്ന് നിനക്ക് വല്ല ഐഡിയ ഉണ്ടോ, വരുന്നതിന് ഇത് എവിടെയാണ് ഭക്ഷണം വിതരണം ചെയ്യേണ്ടതെന്നൊന്നും യാതൊരു ഐഡിയ ഇല്ലല്ലോ, പിന്നെ എന്ത് വിചാരിച്ചിട്ടാണ് ഇതും കൊണ്ട് പോകുന്നത് എന്നൊക്കെ അങ്ങനെ ഈ രാധിക അങ്ങ് ചോദിക്കുകയാണ്. അപ്പോൾ ഈ വരുണ് പറയുന്നുണ്ട്,
അതിനെന്താ, ഞാൻ നിനക്ക് ഫോൺ വിളിച്ചങ്ങ് ചോദിക്കും എവിടെയൊക്കെയാണ് കൊടുക്കേണ്ടത് വേണ്ടാത്തത് എന്നൊക്കെ ഇങ്ങനെ ഞാൻ നിന്നോട് ചോദിക്കും, അങ്ങനെ എനിക്ക് മനസ്സിലാക്കാമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ രാധിക പറയുന്നുണ്ട്, ആഹാ അപ്പോൾ ഇന്നത്തെ ഒരു ചാൻസ് കൊണ്ട് പിന്നെ എന്നും ഞാൻ തന്നെ ഭക്ഷണപ്പൊതി വിതരണം ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് പോകാനല്ലായിരുന്നോ? ആ ഐഡിയ മനസ്സിലിരിക്കട്ടെ, ദൈവത്തിന് പോലും ആ ഒരു പണി നീ ചെയ്യണ്ട എന്നുള്ള തീരുമാനമായിട്ടായിരിക്കും എന്നെ കറക്റ്റ് സമയത്ത് ഇവിടെ തന്നെ എത്തിച്ചത് എന്നൊക്കെ രാധിക അവനോട് ഇങ്ങനെ തമാശയിൽ പറയാണ്. അവരായി വരണോ അവളോട് ഇങ്ങനെ തമാശയിൽ അങ്ങോട്ടും പറയുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് രാധിക പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ഭക്ഷണപ്പൊതി വിതരണം ചെയ്യാൻ വേണ്ടി പോകട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഇവർ ചോദിക്കുന്നുണ്ട്, അല്ല മോളെ എന്തായി കാര്യം, പോയ കാര്യം എന്തായി എന്നൊക്കെ ഇങ്ങനെ യശോദാമ്മ അവളോട് ചോദിക്കുകയാണ്. അപ്പോൾ ഇവൾ പറയുന്നുണ്ട്, പറയാൻ കുറച്ച് പറയാനുണ്ട്, അതൊക്കെ ഞാൻ വന്നിട്ട് വിശദമായിട്ട് പറഞ്ഞു തരാം എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ അവർ ഓക്കെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവൾ ആ ഒരു ഭക്ഷണപ്പൊതി വിതരണം ചെയ്യാൻ വേണ്ടി ഇറങ്ങാണ്. പിന്നെ കണിമംഗലത്ത് നമ്മുടെ ഉർവശി ആകെ പനിച്ച് വിറച്ച് ആ കട്ടിലിൽ നിന്ന് അങ്ങ് താഴെ വീണിട്ടുണ്ട്. നമ്മുടെ മുത്തശ്ശിയുടെ അവസ്ഥ തന്നെയാണ് ഈ ഉർവശിക്കും അവിടെ. അപ്പോൾ അവരെങ്ങനെ താഴെ വീണിട്ട് അവർക്ക് വെള്ളത്തിനും എന്തൊക്കെയോ ദാഹവും ക്ഷീണവും ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് അങ്ങ് അനങ്ങാൻ കഴിയുന്നില്ല. അപ്പോൾ ആ ഒരു കാഴ്ച കണ്ടിട്ടാണ് നമ്മുടെ പത്മിനി അങ്ങോട്ട് അങ്ങ് കയറി വരുന്നത്. പത്മിനിയുടെ കയ്യിൽ ഒരു പ്ലേറ്റ് ചോറും ഉണ്ട്, ഒരു പ്ലേറ്റിൽ വെള്ളവും ഉണ്ട്. അപ്പം ഭക്ഷണമായിട്ട് അങ്ങ് കയറി വരികയാണ്. അപ്പം ഭക്ഷണമായിട്ട് കയറി വരുന്ന സമയത്ത് തന്നെ ഉർവശി താഴെ കിടക്കുന്നത് കണ്ടിട്ട് ഈ പത്മിനി ചോദിക്കുന്നുണ്ട്, അല്ല ഉർവശി എന്താ നീ താഴെ കിടക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഉർവശിക്ക് ഈ പത്മിനെ കാണുമ്പോൾ ചെറിയ ആശ്വാസമല്ല, വലിയൊരു ആശ്വാസം തന്നെ തോന്നുകയാണ്. അപ്പോൾ ഈ പത്മിനി എനിക്ക് കുറച്ച് വെള്ളം താ എന്നൊക്കെ അങ്ങനെ ഇവളെ അങ്ങ് പറയുന്നുണ്ട്. അപ്പോൾ ഈ പത്മിനി നേരെ വന്നിട്ട് ആ ഗ്ലാസ്സിലുള്ള വെള്ളം അവൾക്ക് അങ്ങ് കൊടുക്കുകയാണ്. എന്നിട്ട് അവളെ പിടിച്ച് കട്ടിലിൻ്റെ മേലേക്ക് അങ്ങ് കയറ്റി ഇരുത്തുകയാണ്. എന്നിട്ട് അവളോട് ചോദിക്കുന്നുണ്ട്, അല്ല നീ എന്താ ഈ കട്ടിലിൻ്റെ താഴെ ഇരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ ഉർവശി പറയുന്നുണ്ട്, അത് പിന്നെ ഞാൻ കട്ടിലേയും താഴെ വീണതാണ്, എനിക്ക് വെള്ളത്തിനും ശരീരമൊക്കെ ഭയങ്കര ദാഹവും ക്ഷീണവും ഒക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ പത്മിനി ഇങ്ങനെ അവളോട് പറയുന്നുണ്ട്, നിൻ്റെ ക്രൂരതകൾക്കുള്ള ശിക്ഷയായിരിക്കും ഇത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ ഉർവശി പറയുന്നുണ്ട്, ഞാൻ ഇവിടെ നിന്ന് കിടന്ന് ചത്തു പോകുമെന്നാണ് വിചാരിച്ചത്, ആരും എന്നെ തിരിഞ്ഞു നോക്കില്ല എന്നാണ് വിചാരിച്ചത് എന്നൊക്കെ പറയുമ്പോൾ ഈ ഉർവശീനോട് ഈ പത്മിനി പറയുന്നുണ്ട്, നീ അവിടെ അസുഖമായി കിടക്കല്ലേ എന്നൊക്കെ വിചാരിച്ച് ഭക്ഷണമായിട്ട് വന്നതാണ്. പിന്നെ ഉർവശി ഞാനൊരു കാര്യം കൂടി പറഞ്ഞേ, ഞാൻ നിനക്ക് ഈ ഒരു അവസ്ഥയിൽ നിനക്ക് ഭക്ഷണം വെള്ളമൊക്കെ തന്ന് നിൻ്റെ പ്രീതി പിടിച്ച് പറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നൊന്നും നീ ചിന്തിക്കല്ലേ ഉർവശി. നിനക്ക് ഇങ്ങനെ ഒരു സിമ്പതിയൊക്കെ തരുന്നത് എന്തെങ്കിലും കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊന്നും നീ ചിന്തിക്കരുത്. ഇനി എന്നോടും പരമേശ്വരേട്ടനോടും എൻ്റെ മോനോടും ഒക്കെ ചെയ്ത ക്രൂരതകളൊക്കെ വലുത് തന്നെയാണ്. പക്ഷേ അതിൻ്റെ പ്രതികാരം വീട്ടുന്നത് എന്ന് പറഞ്ഞത് ഭക്ഷണം തരാതെ പട്ടിണിക്ക് ഇട്ടിട്ടൊന്നും അല്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. അത്രയും മോശമായിട്ടുള്ള ഒരു കാര്യമൊന്നും എന്തായാലും ഞാൻ ചെയ്യില്ല എന്നൊക്കെ ഇങ്ങനെ അവളോട് പറയാണ്. അപ്പോൾ ഇവൾക്കും എന്തൊക്കെയോ ഒരു നഷ്ടബോധമൊക്കെ തോന്നുന്നുണ്ട് ഉർവശിക്ക്. അപ്പോൾ ഈ പത്മിനി പറയുന്നുണ്ട്, ഉർവശി നിൻ്റെ അഹങ്കാരമൊക്കെ നീ ഇനിയൊന്ന് മാറ്റി വെക്ക്. നീ ഒരുപാട് ആഗ്രഹിച്ചതല്ല അധികാരങ്ങളും ഈ സമ്പത്തും എല്ലാം കൈക്കലാക്കണമെന്ന്, അതെല്ലാം നിൻ്റെ മകനും നിൻ്റെ ഭർത്താവും നിനക്ക് നേടിത്തന്ന്. പക്ഷേ അവർ നേടിത്തന്നതിന് ശേഷം നീ സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങിയിട്ടുണ്ടോ? നിനക്കൊരു മനസമാധാനം എന്ന് പറയുന്ന ഒരു സാധനം പിന്നെ നിനക്ക് ഉണ്ടായിട്ടുണ്ടോ? നീ ഒരു രാത്രി പോലും സമാധാനത്തോടെ ഉറങ്ങിയ ദിവസങ്ങൾ ഉർവശി, നീ നിൻ്റെ തലയിലുള്ള ആ അഹങ്കാരമൊക്കെ ഒന്ന് ഇറക്കി വെക്ക്. എന്നിട്ടൊന്ന് ഈ ലോകം ഒന്ന് കണ്ടു നോക്ക്, ആളുകളോടൊന്ന് ഇടപഴകി നോക്ക്. അപ്പം നിനക്ക് മനസ്സിലാവും നിൻ്റെ കൂടെ നിൽക്കുന്നവരാരാ, നിൻ്റെ നന്മ ആഗ്രഹിക്കുന്നവരാരാ, നിൻ്റെ കൂടെ നിൽക്കാതെ നിന്നെ ചതിക്കുന്നവരാരാ എന്നുള്ള കാര്യമൊക്കെ നിനക്ക് മനസ്സിലാകും എന്നൊക്കെ ഇങ്ങനെ ഈ പത്മിനി അവൾക്ക് മുന്നേ ഒരു അഡ്വൈസും കൂടി അങ്ങ് കൊടുക്കുകയാണ്. എന്നിട്ട് അവൾ അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട്. പത്മിനി ഞാൻ പിന്നെ വരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങ് പോവുകയാണ്. അപ്പോൾ അവർക്ക് ഭക്ഷണമൊക്കെ കിട്ടി കുറച്ചൊരു ആരോഗ്യം കിട്ടിയ സമയത്ത് നമ്മുടെ ഉർവശി ആരും കാണാതെ നേരെ കണിമംഗലത്തിൻ്റെ വീടിൻ്റെ അകത്തേക്ക് കയറുകയാണ്. കാരണം സ്വന്തം മകൻ അവിടെ കൈയൊക്കെ ബാൻഡേജ് ഇട്ട് കിടക്കുന്ന അവസ്ഥയിലായതുകൊണ്ട് ഈ മകൻ്റെ അടുത്തേക്ക് ആരും കാണാതെ അങ്ങ് എത്തിപ്പെടുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അമ്മനെ പെട്ടെന്ന് ഇവൻ കാണുന്ന സമയത്ത് അമ്മ എവിടെയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ ഉർവശി പറയുന്നുണ്ട്, മോനെ ഇത്രയും അവസ്ഥയിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഈ അമ്മക്കൊന്നും നിന്നെ നോക്കാൻ പോലും കഴിയുന്നില്ലല്ലോ, അങ്ങനെ ഒരു വിധിയായല്ലോ. ഇപ്പോൾ കണിമംഗലത്ത് എന്ന് പറയുന്നത് എനിക്കൊരു പട്ടിയുടെ വിലയാണ്. എനിക്ക് ഇത്രയും അസുഖം ഉണ്ടായി കഴിഞ്ഞിട്ടും എന്നെ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് പുറത്താക്കി ആ ഗസ്റ്റ് ഹൗസിൽ ഞാൻ ഒറ്റയ്ക്ക് അവിടെ കിടക്കുകയാണ്, എന്നെ ഒരു നോക്കാൻ പോലും ആരും ഇല്ലാതെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഈ ഉർവശി അവൻ്റെ ആ സങ്കടം മൊത്തം ഈ ഗൗതമിനോട് അങ്ങ് പറയുന്നുണ്ട്. അപ്പോൾ ഗൗതം ഇങ്ങനെ അതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഉർവശി ഇങ്ങനെ പറയുന്നുണ്ട്, നിൻ്റെ അച്ഛൻ ഒരുപാട് മാറിയിരിക്കുകയാണ്, ഈ പണവും എല്ലാം വന്ന സമയത്തൊക്കെ ഈ അച്ഛന്
എങ്ങനെയായിരുന്നു പെരുമാറിയത് അതൊക്കെ ഒന്ന് മാറ്റം വന്നിരിക്കുകയാണ്. അതിനെല്ലാം കാരണം ആ ഒരു സേറയാണ്. സേറ വന്നതിന് ശേഷമാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ നിന്നത്. അവൾ ഒറ്റൊരാൾ കാരനാണ് നമ്മുടെ ജീവിതം ഇങ്ങനെ ആയിപ്പോയത് എന്നൊക്കെ പറഞ്ഞിട്ട് അവളോടുള്ള ആ വൈരാഗ്യമൊക്കെ ഈ ഗൗതമിനോട് പറയുന്നുണ്ട്. നമ്മുടെ അച്ഛൻ ഒരുപാട് മാറിയിട്ടുണ്ട്. അച്ഛന് ഒന്നും ഇല്ലാതിരുന്ന സമയത്ത്, അച്ഛൻ ആ ജയിലിൽ കിടന്ന സമയത്തൊക്കെ അച്ഛന് കൂട്ടായിട്ട് ഞാൻ മാത്രമല്ല ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും മാത്രമായിരുന്നു. ഞാനിവിടെ ലോകം കണ്ടിട്ടില്ല, ഒന്നും കണ്ടിട്ടില്ല. നിങ്ങൾ മാത്രം, നിങ്ങളുടെ വിജയിക്കുന്ന സമയത്ത് ഞാൻ ചിരിക്കും, നിങ്ങൾ തോൽക്കുന്ന സമയത്ത് ഞാൻ കരയും. അങ്ങനെ ആയിരുന്നു ഞാൻ. എനിക്ക് നിങ്ങൾ മാത്രമായിരുന്നു എൻ്റെ ലോകം. പക്ഷേ ഇപ്പോൾ അച്ഛനെല്ലാം നേടിക്കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ സ്വഭാവം മൊത്തത്തിൽ മാറിയിരിക്കുകയാണ്. അത് ആ സേറ വന്നതിന് ശേഷം. സേറ എന്ന് പറയുന്നത് അവൾക്ക് നന്നായിട്ട് അണിഞ്ഞൊരുങ്ങി നടക്കാൻ അറിയാം, ലോകം കണ്ടതാണ്, വിദ്യാഭ്യാസം ഒക്കെ ഉണ്ട്. അതുകൊണ്ടായിരിക്കും അച്ഛൻ അവളുടെ പിന്നാലെ പോയത്. ഇപ്പോൾ അച്ഛന് എന്നെ ഒരു വിലയില്ല. ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് ഞാൻ മാത്രമായിരുന്നു അച്ഛനെ കൂട്ടിയെന്ന് അച്ഛനെ ചിന്തിച്ചു കൂടിയില്ല. ഇപ്പോൾ നമുക്ക് ആരും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവൾ അങ്ങനെ സങ്കടം പറയാണ്. എന്നിട്ട് അവസാനം മോനോട് പറയുന്നുണ്ട്, മോനെ ഞാൻ എന്തായാലും വേഗം തിരിച്ച് തന്നെ പോകട്ടെ, അല്ലെങ്കിൽ അച്ഛൻ എങ്ങനെ എന്നെ ഇവിടെ കണ്ടാൽ ആകെ പ്രശ്നമാവും, അവരെന്നെ കൊന്നുകളയും എന്നുള്ളൊരവസ്ഥയിലാണ് ഇപ്പം ഞാൻ. അതുകൊണ്ട് ഞാൻ തിരിച്ചു പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ മോനോട് യാത്രയൊക്കെ പറഞ്ഞ് വീണ്ടും അങ്ങ് ഗസ്റ്റ് ഹൗസിലേക്ക് അങ്ങ് പോകാൻ നിൽക്കുന്ന സമയത്ത് അവിടെ ഫ്രണ്ടിൽ അങ്ങോട്ട് നമ്മുടെ ചന്ദ്രശേഖരനും സേറെ അങ്ങ് തിരിച്ചു വരുന്ന ആ ഒരു കാഴ്ചയാണ് കാണുന്നത്. മുറ്റത്ത് അവരെത്തിയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കാഴ്ച കണ്ടിട്ട് ഈ ഉർവശി അവിടെ അങ്ങ് സ്റ്റക്കായി നിൽക്കുന്നുണ്ട്. ഇനി ഉർവശി അവിടെ ട്രാപ്പ് ആവാനുള്ള ചെറിയൊരു ചാൻസൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ രാധിക, അവൾ ആ ഭക്ഷണപ്പൊതിയൊക്കെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ പ്രിയങ്കയും സുകുമാരി മുത്തശ്ശിയും കൂടിയിട്ട് എന്തോ ഒരു ആവശ്യത്തിന് പുറത്തിറങ്ങി അവർ കാറിൽ അങ്ങ് കയറുന്ന സമയത്താണ് കാറിൽ നിന്ന് അവരങ്ങ് കാണുകയാണ് ആ രാധിക ഭക്ഷണം വിതരണം ചെയ്യുന്നത്. അത് അവരുടെ വണ്ടിയിൽ നിന്ന് ഇങ്ങനെ കുറച്ച് ആളുകൾക്കൊക്കെ ഭക്ഷണം വിതരണം ചെയ്യുന്ന കാഴ്ച ഇങ്ങനെ കാണുകയാണ്. അപ്പോൾ ഈ പ്രിയങ്കയും ഈ സുകുമാരി മുത്തശ്ശിയും അതൊക്കെ ഇങ്ങനെ കണ്ടിട്ട് അവളോടുള്ള വൈരാഗ്യമൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ ഒറ്റൊരു അഹങ്കാരി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവളെക്കുറിച്ച് എന്തൊക്കെയോ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രിയങ്ക പറയുന്നുണ്ട്, മുത്തശ്ശി ഒരു കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഇവളുടെ ഈ ഒരു അവസ്ഥക്ക് കാരണം നമ്മളല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ സുകുമാരി മുത്തശ്ശിയും പറയുന്നുണ്ട്, അതും ശരിയാണ്, അത് തന്നെ വലിയ കാര്യം, ഇവൾ ഈ ഒരു അവസ്ഥയിൽ എത്തിയല്ലോ, എത്രയും വലിയ ഉയരത്തിൽ നിന്നാണ് അവളിപ്പോൾ താഴെ വീണത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവളുടെ ആ ഒരു അവസ്ഥ ഇവരെ ഇങ്ങനെ എൻജോയ് ചെയ്യാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഒരാൾ അവളുടെ അടുത്തേക്ക് അങ്ങ് വരുന്നുണ്ട്. അപ്പോൾ ഇവരിതൊക്കെ എന്താണ് അവിടെ നടക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ഈ വണ്ടിയിൽ നിന്ന് അങ്ങ് നോക്കി കാണാണ്. അപ്പോൾ ആ ഒരു ചേട്ടൻ ഇവളോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, അതെ കഴിഞ്ഞൊരു മാസത്തെ ഭക്ഷണപ്പൊതിയുടെ പൈസയും പിന്നെ ഇനി വരാനിരിക്കുന്ന കുറച്ച് ഭക്ഷണപ്പൊതി ഞങ്ങൾക്ക് എക്സ്ട്രാ വേണം ആനും, അതുകൊണ്ട് ഇതുവരെയുള്ള കണക്കുകളൊക്കെ നമുക്ക് തീർക്കാം, അതുകൊണ്ട് ഇത്രയും ഞാൻ പൈസയും കൊണ്ടുവന്നിട്ടുണ്ട് എന്നൊക്കെ രാധികനോട് പറയണം. അപ്പോൾ അയാൾക്ക് ഇതുവരെ ഭക്ഷണപ്പൊതി കൊടുത്തതിൻ്റെ പണം കൊടുക്കാൻ വേണ്ടിയിട്ട് വന്ന ഒരാളായിരിക്കും അത്. അപ്പോൾ ഈ രാധിക പറയുന്നുണ്ട്, അതിനെന്താ ചേട്ടാ ഞാൻ കണക്കൊക്കെ നോക്കിയിട്ട് പറയാം എന്നൊക്കെ പറയാണ്. അപ്പോൾ ഇയാൾ എന്തായാലും ഞാൻ പൈസ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കെട്ട് പൈസ മൊത്തം അവൾക്ക് ഒരുപാട് പൈസ അങ്ങ് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു പൈസ കണ്ടിട്ട് ഈ പ്രിയങ്ക ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ അവളിങ്ങനെ ആസ്വദിച്ച് എൻജോയ് ചെയ്തിരുന്ന ഈ രാധികയുടെ അവസ്ഥ കണ്ടിട്ട് ഇങ്ങനെ ചിരിച്ചിരുന്ന ആ മുഖം പെട്ടെന്ന് അങ്ങ് മാറാണ്. അപ്പോൾ ഇവൾ എന്താണ് ഇത് ഇത്രയും പൈസ അവൾക്ക് ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്, അത് ഈ ഭക്ഷണപ്പൊതി കൊണ്ട് എന്നുള്ള തോന്നൽ എന്തായാലും പ്രിയങ്കയ്ക്കോ മുത്തശ്ശിക്കോ അങ്ങ് വരികയാണ്. അപ്പോൾ ഈ പ്രിയങ്ക ഇങ്ങനെ മുത്തശ്ശിനോട് പറയുന്നുണ്ട്, മുത്തശ്ശി ആ കാഴ്ച കണ്ട് അവൾ എത്രയും പൈസയാണ് ഇപ്പോൾ സമ്പാദിക്കുന്നത്, ആ ഒരു ഭക്ഷണപ്പൊതി വിറ്റിട്ട് ഇത്രയും പൈസയൊക്കെ ഉണ്ടാക്കാൻ കഴിയുമോ, അതിനൊക്കെ സാധിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ഇവർ പറയാണ്. അപ്പോൾ ഈ മുത്തശ്ശി പറയുന്നുണ്ട്, അതേ മോളെ ഞാനും അത് തന്നെ നോക്കുന്നത്, ഇത്രയും പൈസയൊക്കെ ഉണ്ടാക്കാൻ കഴിയുമെന്ന്. എന്തായാലും ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇവൾ നമ്മളെക്കാട്ടിലും മുന്നിൽ പണക്കാരിയാവാൻ വല്ല സമയമൊന്നും എടുക്കില്ല എന്നൊക്കെ പ്രിയങ്ക പറയാണ്. അപ്പോൾ മുത്തശ്ശി ശരി വെക്കുകയാണ്. അപ്പോൾ ഈ ഇവളിങ്ങനെ പറയുന്നുണ്ട്, എന്തായാലും മുത്തശ്ശി അവൾ ഇനി ആ ഭക്ഷണപ്പൊതി വിതരണം ചെയ്യാനുള്ള ജോലി ഇനി അവൾ ചെയ്യണ്ട, അവൾ ചെയ്യാതിരിക്കാനുള്ള ഒരു വഴിയുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. മുത്തശ്ശി എന്താണ് ആ വഴി എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ പ്രിയങ്ക പറയുന്നുണ്ട്, ആക്സിഡൻറ്റ്, നമുക്ക് അവളെ ഈ കാർ ഇടിപ്പിച്ച് കൊല്ലാം, എന്തായാലും ഒരു വട്ടം കൊല്ലാൻ നോക്കിയതാണ്, അപ്പോൾ ഇപ്പോൾ നമുക്ക് അവളുടെ കൈയും കാലും അങ്ങ് ഒടിക്കുകയെങ്കിലും വേണം, ഈ വണ്ടി തട്ടിയിട്ട് അവളങ്ങ് കിടക്കണം, പിന്നെ കുറച്ച് കാലത്തേക്ക് അവൾ ഈ ജോലി ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയാണ്. അപ്പം മുത്തശ്ശി അത് ഓക്കെ വെച്ചിട്ട് അവൾ ആ വണ്ടിയും കൂട്ടി ഈ രാധികൻ അങ്ങ് തട്ടാൻ വേണ്ടി പോവുകയാണ്. എന്തെങ്കിലും എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. പിന്നെ നാളത്തെ എപ്പിസോഡിൽ ഭയങ്കര രസമുള്ളൊരു ഭാഗം എന്താണെന്ന് വെച്ചാൽ ഉർവശി എന്തായാലും കാണുകയാണ് ഈ സേറയും ചന്ദ്രശേഖരനും അകത്തേക്കാണ് കയറി വരുന്നത്. പിന്നെ ഈ സേറ ആ കണിമംഗലത്തിൽ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന സമയത്ത് ഉർവശി പെട്ടെന്ന് തന്നെ ഇവൾ ഇറങ്ങുന്ന സമയത്ത് സ്റ്റെപ്പിൻ്റെ പിറകെ നിന്നിട്ട് അവൾ കൈ വെച്ചിട്ട് കാല് തടയാണ് നടക്കുന്ന ആ ഒരു പാത അവളങ്ങ് കൈ വെച്ച് അങ്ങ് തടയുന്നുണ്ട്. ഈ സേറ അങ്ങ് സ്റ്റെപ്പിൽ നിന്ന് താഴെ അങ്ങ് മൂക്ക് കുത്തി അങ്ങ് താഴെ വീഴുന്നൊക്കെ ഉണ്ട്. അതെന്തായാലും ഒരു ചെറിയൊരു കോമഡിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിൽ ഇനി ഈ സേറയ്ക്ക് എന്താ സംഭവിച്ചത് എന്നൊക്കെ നമുക്ക് കാത്തിരുന്നതിനെ കാണാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഓക്കെ, നാളെ കാണാം. ബൈ ആൾ.